പുലർച്ചെയുള്ള ശാന്തമായ ഇരുട്ടിൽ അമേരിക്കയിലെ മിസോറിയിലെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്നും ഒരു ജോഡി വിചിത്രമായ ബോംബർ വിമാനങ്ങൾ ഓപ്പറേഷൻ അലൈഡ് ഫോഴ്സിൻ്റെ ഭാഗമായി സെർബിയൻ തന്ത്രപ്രധാന ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാനുള്ള ഒരു യാത്രയിലാണ്. 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നിർത്താതെയുള്ള ദൗത്യത്തിനാണ് ആ വിമാനങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. വർഷം 1999, തീയതി മാർച്ച് 24. കൊസോവോ സംഘർഷ സമയത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് നിർണായകമായ ബെൽഗ്രേഡിന് സമീപമുള്ള ശക്തമായ സെർബിയൻ സൈനിക ആശയവിനിമയ ശൃംഖലയായിരുന്നു ടീമിൻ്റെ ലക്ഷ്യം. വിമാനം അതിനിശബ്ദമായി ശത്രുവിൻ്റെ വ്യോമാതിർത്തിയിലേക്ക് കടന്നപ്പോൾ കോക്പിറ്റിൽ പിരിമുറുക്കം നിറഞ്ഞു. സെർബിയൻ റഡാറുകളിൽ നിന്ന് രക്ഷപ്പെട്ടു മറഞ്ഞിരിക്കാൻ പൈലറ്റുമാർക്ക് തങ്ങളുടെ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും അതിൻ്റെ ഗതി നിർണയവും ഉപയോഗിക്കാമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ബോംബിൻ്റെ അറകൾ സുഗമമായി തുറക്കുകയും GPS നിയന്ത്രിത ജോയിൻറ്റ് ഡയറക്റ്റ് അറ്റാക്ക് മ്യൂണീഷൻസ് പുറത്തു വരികയും ചെയ്തു. അവ തകർപ്പൻ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുകയും ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളും സാങ്കേതിക വിദ്യകളും തൽക്ഷണം തകരുകയും ചെയ്തു. ശരീരത്തിൽ അഡ്രിനാലിൻ അടിച്ചു കയറി, പിരിമുറുക്കമുണ്ടായി. വലിയ ഉത്തരവാദിത്വ ബോധം പൈലറ്റുമാരുടെ വികാരങ്ങളിൽ അലതല്ലി. വിമാനത്തിലുള്ളവർ ദൗത്യം പൂർത്തിയാക്കി തങ്ങളുടെ സൗഹൃദമായിട്ടുള്ള രാജ്യത്തിൻ്റെ വ്യോമാതിർത്തിയിലേക്ക് അതിവേഗം മടങ്ങി. ഈ സമയം ഒന്നും സെർബിയയുടെയോ മറ്റൊരു രാജ്യത്തിൻ്റെയോ എയർ ഡിഫൻസ് റഡാറുകളിൽ ഈ വിമാനം വന്നതായി യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. ആ വിമാനമായിരുന്നു B-2 സ്പിരിറ്റ് ബോംബർ. ഇത്തരത്തിലുള്ള അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ ബോംബറിൻ്റെ അഭൂതപൂർവമായ കഴിവുകളും തന്ത്രപരമായിട്ടുള്ള സ്വാധീനവും ആ ഒരൊറ്റ സംഭവത്തിലൂടെ ലോകത്തിനു മുന്നിൽ തെളിഞ്ഞു വന്നു. കൊസോവോ യുദ്ധം 1998-നും 99-നും ഇടയിൽ അറിയപ്പെടുന്ന ഒരു സംഘർഷമാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കൊസോവോയിലെ അൽബേനിയൻ വംശീയ വിഭാഗക്കാരും പ്രദേശം കൈപ്പിടിയിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള സെർബിയൻ സൈന്യവും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. അങ്ങനെ അതിശക്തമായ വംശീയ ആക്രമണങ്ങളും കൊലപാതകങ്ങളും രൂക്ഷമായപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. കടുത്ത മാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആശങ്കാകുലരായ നാറ്റോ കൊസോവോയിലെ അൽബേനിയൻ വംശജർക്കെതിരായ അതിക്രമങ്ങൾ അവസാനിക്കാൻ വേണ്ടി സെർബിയൻ സൈന്യത്തിനെതിരെ നടത്തിയൊരു സമ്മർദ്ദ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ അലൈഡ് ഫോഴ്സ്. ഈ ആക്രമണം കഴിഞ്ഞ് തിരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ലാൻഡ് ചെയ്യുന്ന B-2 ബോംബറുകളെ നിങ്ങളൊന്ന് നോക്കൂ. ഇതൊരു സാധാരണ വിമാനമാണോ, അതോ നമ്മൾ പണ്ട് കടലാസ് പേപ്പറിൽ തീർത്ത ത്രികോണാകൃതിയിലുള്ള ഒരു കളിപ്പാട്ടത്തിൻ്റെ വലിയ വെർഷനാണോ? കുട്ടിക്കാലത്ത് നമ്മളൊക്കെ തന്നെ പേപ്പർ മടക്കി ഉണ്ടാക്കുന്ന ഈ ഒരു വിമാനം സങ്കല്പിച്ച് നോക്കും. ഇതിനെ നമ്മളൊരു എയർ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വായുവിലൂടെ തെന്നി നീങ്ങും, ഗ്ലൈഡ് ചെയ്യും. എന്നാൽ ഒരു വിമാനം അങ്ങനെയല്ല. അതിന് കൃത്യമായ ത്രസ്റ്റ് വേണം. അതിനിടത്തേക്കും വലത്തേക്കും മുകളിലേക്കും താഴേക്കും ഒക്കെ തന്നെ വളയേണ്ടതായിട്ടുമുണ്ട്. ഒരു പരമ്പരാഗത വിമാനത്തിന് പ്രധാനപ്പെട്ടൊരു ഫ്യൂസിലേജ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ബോഡി. അതിൽ പൈലറ്റ് ഇരിക്കും, ആളുകളിരിക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ കാർഗോ ഇരിക്കും. ഈ വിമാനം പറക്കുന്നത് അതിൻ്റെ ചിറകിൻ്റെ സഹായത്തോടു കൂടിയാണ്. യുദ്ധവിമാനത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഫ്യൂസ് ചെയ്ത് ത്രികോണാകൃതിയിൽ ഇരിക്കുമെങ്കിലും സത്യത്തിൽ വെറും ചിറകു മാത്രമുള്ള ഒരു വിമാനം എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ സഞ്ചരിക്കുന്നത്, വളയുന്നത്, തിരിയുന്നത്, ഇന്ധനക്ഷമമാകുന്നത്, അതിൻ്റെ എൻജിൻ എവിടെ ഇരിക്കും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. വാലോ ചിറകുകളോ സെപ്പറേറ്റ് ചെയ്ത് കാണപ്പെടാത്ത ഒരൊറ്റ ചിറക് മാത്രമുള്ള വിമാനം. എന്നാൽ ഈ ലാളിത്യത്തിന് പിന്നിൽ ചരിത്രപരമായിട്ടുള്ളൊരു വ്യക്തിയുടെ വർഷങ്ങളായിട്ടുള്ള കഷ്ടപ്പാടുണ്ടായിരുന്നു. അതാണ് ജാക്ക് നോർത്ത്റോപ്പ്. അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വപ്നങ്ങളിൽ തുടങ്ങിയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒരു വിമാനം എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ സ്റ്റെൽത്ത് ബോംബറുകൾ എത്തിച്ചേർന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയേ പറയാം. അതിനു മുമ്പ് എന്തുകൊണ്ട് വളരെ വേഗത്തിൽ പോകുന്ന ബോംബറുകൾക്ക് പകരം, അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ പോകുന്ന ബോംബറുകൾക്ക് പകരം സ്റ്റെൽത്ത് ബോംബറുകൾ അമേരിക്ക വികസിപ്പിച്ചെടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും ശീതയുദ്ധ കാലഘട്ടത്തിന് ഇടയിലുമൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായ പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ശത്രുവിൻ്റെ രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കയറി വിമാനത്തിൻ്റെ സഹായത്തോടു കൂടി ബോംബ് വർഷിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ പോകുന്നൊരു വിമാനത്തെ വെടിവെച്ചിടാൻ കഴിയില്ല എന്നുള്ള ധാരണയും, വളരെ ഉയരത്തിൽ പോകുന്ന വിമാനങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന മിസൈലുകളില്ല എന്നുള്ള ധാരണയും മാറി. പകരം ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ വന്നു. 200 കിലോമീറ്റർ അകലെ നിന്ന് പോലും വരുന്ന ശത്രു വിമാനങ്ങളെ തിരിച്ചറിയാനും
അതിനെ ടാർഗറ്റ് ലോക്ക് ചെയ്ത് മിസൈൽ വിട്ട് തകർക്കാനും കഴിയുന്ന പല സംവിധാനങ്ങളും USSR അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്തതോടുകൂടി വേഗതയിലും ഉയരത്തിലും കാര്യമില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. തിരിച്ച് റഷ്യയും ഇതുപോലെയുള്ള വിമാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം റഡാറുകളുടെ കണ്ണ് വെട്ടിക്കുക. അതായത് ഒരു വലിയ വിമാനമാണ് പറന്നു വരുന്നത് എന്ന് റഡാറുകൾ മനസ്സിലാക്കാതെ ഒരു കാക്കയെപ്പോലെയോ പൂമ്പാറ്റയെപ്പോലെയുള്ള സിഗ്നേച്ചർ മാത്രം കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ വിമാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് ബോംബറുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം. എങ്കിലേ ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് ബോംബ് വർഷിക്കാൻ കഴിയൂ എന്ന് വലിയ വലിയ യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അവിടെയാണ് സ്റ്റെൽത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. നമ്മൾ ഒളിച്ചു കളിക്കുമ്പോൾ മറഞ്ഞിരിക്കാൻ സഹായിക്കുന്ന വസ്ത്രം ധരിച്ചാൽ എങ്ങനെയിരിക്കും? ചുറ്റുപാടിൽ നിന്നും നമ്മളെ വേർതിരിച്ചറിയാൻ സാധിക്കില്ല. പലപ്പോഴും സ്നൈപ്പർ ഷൂട്ടിംഗ് നടത്തുന്നവരും ഡിസ്കവറി, ആനുവൽ പ്ലാനറ്റ് ചാനലുകളിൽ മൃഗങ്ങളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറ മഞ്ഞിൽ പൊതിയുന്ന രൂപത്തിൽ മിമിക്ക് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവച്ചിട്ട് വിഷ്വൽ പകർത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാമഫ്ലാജ് എന്ന് പറയും. ഇതിൻ്റെ മറ്റൊരു വെർഷനാണ് സത്യത്തിൽ സ്റ്റെൽത്ത് ബോംബറുകളിൽ നടക്കുന്നത്. അതിന് ആദ്യം എങ്ങനെയാണ് റഡാറുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കണം. നിങ്ങൾ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും റഡാറുകൾ അടങ്ങിയ ഒരു ആൻറ്റിന ഇരുന്ന് കറങ്ങുന്നത്. അതായത് റഡാറുകളിൽ നിന്നും ശക്തമായിട്ടുള്ള റേഡിയോ സിഗ്നലുകൾ അല്ലെങ്കിൽ കൃത്യമായ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾ ആകാശത്തിലേക്ക് ഇങ്ങനെ വിടും. ഈ പോകുന്ന സിഗ്നലുകൾ ഏതെങ്കിലും തടസ്സത്തിൽ തട്ടി തിരിച്ച് റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ റിഫ്ലക്റ്റ് ചെയ്ത് വന്ന വസ്തുവിൻ്റെ രൂപസാദൃശ്യം നമുക്ക് ഏകദേശം മനസ്സിലാക്കാനും ദൂരവും വേഗതയും വലിപ്പവും തിരിച്ചറിയാനും കഴിയും. ഇതാണ് എയർ ട്രാഫിക് കൺട്രോളിലൊക്കെ പ്രധാനമായിട്ട് ഇരുന്നിട്ട് നോക്കുന്നത്. എല്ലാ തരം വിമാനങ്ങളിലും ഇത്തരത്തിലുള്ള റഡാർ സംവിധാനം അതിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ചുറ്റുവട്ടത്തോ മുന്നിൽ കൂടിയോ മറ്റേതെങ്കിലും വിമാനം വന്നാലോ തടസ്സങ്ങൾ വന്നാലോ റഡാറിൽ പതിയും എന്നുള്ളതാണ് പ്രത്യേകത. വവ്വാല് ചെയ്യുന്നതിൻ്റെ മറ്റൊരു വെർഷൻ തന്നെയാണ്. അതേസമയം ആൻറ്റി എയർക്രാഫ്റ്റ് റഡാറുകളും മിസൈലുകളും പ്രവർത്തിക്കുന്നതും ഇതുപോലെയാണ്. ശത്രുരാജ്യത്തിൻ്റെ വിമാനങ്ങൾ കടന്നു വരുന്നതായി ഡിറ്റക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് രക്ഷയില്ല. ഇവരുടെ മിസൈൽ എത്ര ഉയരത്തിൽ പോയാലും എത്ര വേഗതയിൽ പോയാലും ശത്രുവിൻ്റെ വിമാനത്തെ തകർത്തിരിക്കുന്ന രീതിയിലായിരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യയുടെ S-400, S-500 മിസൈലുകൾ അത്രത്തോളം കൃത്യതയാർന്നതാണ്. അപ്പോൾ ഇനിയുള്ളത് ഒറ്റ മാർഗം മാത്രം. ഇവരുടെ റഡാറിൻ്റെ ഉള്ളിൽ ഇത് പതിയാത്ത രീതിയിൽ നിർമ്മിച്ചെടുക്കണം. സോ റഡാറുകൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള അദൃശ്യമായ കോട്ടിങ്ങും റഡാറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ തട്ടി തിരിച്ച് റഡാറിലേക്ക് പോകാതെ പല ഭാഗത്തേക്ക് ചിതറിച്ച് കളയുകയോ സ്വന്തം ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് മാറ്റുകയോ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ ബോഡി ഉണ്ടാകേണ്ടത്. അങ്ങനെയാകുമ്പോൾ റഡാറുകൾക്ക് ഇവ വരുന്നതായിട്ട് പിടികിട്ടില്ല. ഇനി ഹീറ്റ് സിഗ്നേച്ചർ അറിയാതിരിക്കുന്നതിന് വേണ്ടി ഇവയുടെ എൻജിനുകൾ ചിറകിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ശക്തമായ രീതിയിൽ പുറത്തേക്ക് പോകുന്ന ചൂട് എക്സോസിനെ തണുത്ത വായുവുമായിട്ട് മിക്സ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിലാണ് എൻജിൻ ലൊക്കേഷൻ ചിറകിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത് എന്നർത്ഥം. ഇതിനൊക്കെ തന്നെ കാരണം വിയറ്റ്നാം യുദ്ധമായിരുന്നു. ആധുനികമായിട്ടുള്ള ഉപരിതലത്തിൽ നിന്ന് വിമാനത്തിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ, അതായത് സാം മിസൈൽ സംവിധാനങ്ങൾ എത്ര വലിയ ഭീഷണിയാണെന്ന് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് മനസ്സിലായി. നമുക്ക് ഉയരത്തിൽ പറക്കാം അല്ലെങ്കിൽ വേഗത്തിൽ പറക്കാം, അതിനാൽ അവർക്ക് നമ്മളെ വെടിവെക്കാൻ കഴിയില്ല എന്ന അഹങ്കാരമാണ് സത്യത്തിൽ ഈ അനുഭവത്തിൽ നിന്നും ഇല്ലാതായത്. 1970കളിൽ ലോക്ഹീഡിൻ്റെ സിംഗ് വർക്സ് ഹാവ് ബ്ലൂ എന്ന സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ സ്റ്റെൽത്ത് വിമാനം സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നത്. ഇത് F-117 നൈറ്റ് ഹോക്ക് എന്ന വിമാനത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നീങ്ങി. നിങ്ങൾ ഈ നൈറ്റ് ഹോക്കിനെ കണ്ടിട്ടുണ്ടായിരിക്കണം. കാരണം B-2 ബോംബറിനെ കുറിച്ചുള്ള ഒരു ഷോർട്സ് ഞാൻ ചെയ്ത സമയത്ത് കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വന്നൊരു അഭിപ്രായമാണ് ഈ B-2വിനെ വെടിവെച്ചിട്ടിട്ടുണ്ട് എന്ന് കുറേ സുഹൃത്തുക്കൾ പറഞ്ഞത്. ആക്ച്വലി നൈറ്റ് ഹോക്കിനെയാണ് വെടിവെച്ചിട്ടത്. B-2വിന് മുൻപ് ഇറങ്ങിയ സ്റ്റെൽത്ത് ടെക്നോളജിയുള്ള ഒരു വിമാനമായിരുന്നു നൈറ്റ് ഹോക്ക്. ഇത്തരത്തിൽ 1999 മാർച്ച് 27 നാറ്റോ ബോംബിങ്ങിൻ്റെ ഭാഗമായി കൊസോവോ വാറിൽ യൂഗോസ്ലാവിയയിൽ ബോംബിടാൻ പോകുന്ന വഴിക്ക് ലോക്ഹീഡിൻ്റെ നൈറ്റ് ഹോക്കിനെ സ്റ്റെൽത്ത് സംവിധാനം ഉണ്ടായിരുന്നിട്ട് പോലും ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള S-125 പെച്ചോറ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം കണ്ടെത്തുകയും വെടിവെച്ചിടുകയും ചെയ്തിരുന്നു. അതിനെയാണ് ഒരുപാട് സുഹൃത്തുക്കൾ B-2 ബോംബറിനെ വെടിവെച്ചിട്ടു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ചിരുന്നത്. ആക്ച്വലി നൈറ്റ് ഹോക്കിന് B-2 ബോംബറിൻ്റെ സാമ്യതകളുണ്ടെങ്കിലും അതിൻ്റെ ഫ്യൂസിലേജൊക്കെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ്.
അപ്പോൾ ഈ ഒരു ചിറകിൻ്റെ രൂപത്തിൽ നിന്ന് എന്ത് സാധനം പുറകോട്ട് തള്ളി നിന്നാലും അത് റഡാർ സിഗ്നേച്ചറുകളായി മാറാനും ഡിറ്റക്റ്റ് ചെയ്യാനും കഴിയുന്ന ഒന്നായി വരും. അതുകൊണ്ട് എൻജിനും കോക്പിറ്റും ബോംബുകളും അതിൻ്റെ ലാൻഡിംഗ് ഗിയറുകളും ഉൾപ്പെടെ ഒരു സാധനവും പുറത്തോട്ട് തള്ളി നിൽക്കില്ല. പിന്നെ 30 മണിക്കൂർ മുതൽ 44 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിൻ്റെ പൈലറ്റുമാർ 2 പേര് മാത്രമാണ്. അവർക്ക് അതിൻ്റെ ഉള്ളിൽ റിലാക്സ് ആവാനുള്ള ടൈമൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, വായുവിൽ നിന്നുകൊണ്ട് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനം ഇതിൻ്റെ മുകൾ ഭാഗത്തുണ്ട്. ഈ ഇന്ധനം നിറയ്ക്കുന്ന ഭാഗം മുകളിലുള്ളത് ഇതിൻ്റെ റഡാർ സിഗ്നേച്ചറായി മാറാതിരിക്കാൻ വേണ്ടി ഇത് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ഹോള് പുറത്തോട്ട് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. B2വിനെ നിർമ്മിച്ചെടുക്കാനുള്ള പദ്ധതിയെ സ്റ്റെൽത്ത് ബോംബർ പദ്ധതി എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. കാരണം കംപ്ലീറ്റ്ലി സ്റ്റെൽത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന പരിപൂർണനായ ആദ്യത്തെ വിമാനം നൈറ്റ് ഹോക്കിന് ഉണ്ടായിരുന്നു. പക്ഷേ പരിപൂർണനായ ആദ്യത്തെ വിമാനമാണ് B2 ബോംബർ. 1980കളിൽ അതീവ രഹസ്യമായാണ് ഇതിൻ്റെ നിർമ്മാണം നടപ്പിലാക്കിയത്. അപ്പോൾ ഇതിൽ പുറമേ തിരിച്ചറിയാൻ കഴിയാത്ത സാധാരണക്കാർക്ക്, ടാക്സ് പേയേഴ്സായിട്ടുള്ള അമേരിക്കക്കാർക്ക് പോലും മനസ്സിലാകാൻ കഴിയാത്ത രീതിയിലുള്ള ബജറ്റും ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട പ്രോഗ്രാമുകളും ഏരിയ 51 പോലെയുള്ള സ്ഥലങ്ങളിൽ പരീക്ഷണ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും നൈറ്റ് ഹോക്കിൻ്റെയും B2 ബോംബറിൻ്റെയും ഒക്കെ തന്നെ നിർമ്മാണ സമയത്ത് പോകുന്ന വാഹനങ്ങളും അവിടുത്തെ പരീക്ഷണ പറക്കലുകളും UFOകളാണ് എന്ന് പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും ഏരിയ 51-ൽ ഏലിയൻസിൻ്റെ വാഹനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പ്രചരിക്കുകയും ചെയ്തതിൻ്റെ പ്രധാന കാരണം ഇതുപോലെയുള്ള രഹസ്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ കൂടിയായിരുന്നു. കാരണം ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇതൊരു ഏലിയൻ സ്പേസ്ഷിപ്പാണെന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 1988, 1989 കാലഘട്ടത്തിലാണ് നോർത്ത്രോപ്പ് ഗ്രുമാൻ എന്ന കമ്പനി B2 എന്ന വ്യോമയാന അത്ഭുതം പിറവിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി പൊതുജനങ്ങൾക്ക് ആദ്യമായി ദൃശ്യമാക്കുന്നത്. 1990കളുടെ തുടക്കത്തോടെ B2 പ്രവർത്തനക്ഷമമായ സേവനത്തിലേക്ക് കടന്നു. രസകരമെന്ന് പറയട്ടെ, ഈയൊരു വിമാനത്തിനെ പോലെ ചിറകിനടിയിൽ എഞ്ചിനൊക്കെയുള്ള ഒരു സ്റ്റെൽത്ത് ബോംബർ പോലെ തോന്നുന്ന ഒരു വിമാനം 1945കളിൽ നാസി ജർമ്മനി വികസിപ്പിച്ചിരുന്നു. അത് ആദ്യത്തെ സ്റ്റെൽത്ത് ബോംബറൊന്നും ആയിരുന്നില്ല. കാരണം അലുമിനിയം പ്ലൈവുഡും കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ആ രൂപം കൊടുത്തതെങ്കിലും ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സ്റ്റെൽത്ത് ബോംബറിൻ്റെ ഒരു ആദ്യകാല പ്രോട്ടോടൈപ്പ് പോലെ ജർമ്മൻ വിമാനം ആ ഒരു വിമാനത്തെ തോന്നുമായിരുന്നു. അത് അമേരിക്ക 1945ൽ പിടിച്ചെടുത്തു. കാരണം ഇത് പറന്നു വരുന്നതിന് മുമ്പ് തന്നെ ജർമ്മനി തോറ്റുപോയി യുദ്ധത്തിൽ. സോ അത് മറ്റൊരു റെഫറൻസാണ്. B2 ബോംബറിൽ ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള പെയിൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങുകൾ റഡാറിനെ അബ്സോർബ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്. ഓരോ തവണ പറക്കുമ്പോഴും ഇതിനെ വളരെ കൃത്യമായ രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുകയും ഓരോ ഭാഗവും ടൈറ്റാനിയം ഉൾപ്പെടെയുള്ള അതിൻ്റെ ഒരു ഫിനിഷിങ് മനസ്സിലാക്കുകയും വേണം. മാത്രമല്ല, ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ ഇത് സൂക്ഷിക്കാൻ കഴിയൂ. ഈർപ്പം കൂടിയ സ്ഥലങ്ങളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസറുകൾ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് നിരന്തരം ഹീറ്റ് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ഹാങ്ങറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. മണിക്കൂറിൽ ഏകദേശം 1000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരൊറ്റ ബോംബർ കൊണ്ട് ഒരു യുദ്ധത്തിൽ എങ്ങനെയാണ് അപ്രമാദിത്യം ഉണ്ടാവുക? ഏകദേശം 100 B2 ബോംബറുകൾ നിർമ്മിക്കണം എന്ന 1990കൾക്ക് മുമ്പ് അമേരിക്ക പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച വന്നതോടുകൂടി ശീതയുദ്ധം അവസാനിക്കുകയും USSRനെ ഭയപ്പെടേണ്ടതില്ല എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഏകദേശം $2 ബില്യൺ ഓരോ വിമാനത്തിനും ചെലവ് വരുന്ന 100 എണ്ണത്തെ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നും 21 എണ്ണം മതി എന്നും അമേരിക്ക തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതോടുകൂടി സ്പെയർ പാർട്ടിൻ്റെ വില കൂടി എന്നുള്ളത് മറ്റൊരു വാസ്തവം. സോ ഒരു യുദ്ധ സമയത്ത് B2 ബോംബർ വെറുതെ ശത്രുരാജ്യത്തിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി ബോംബ് ഇട്ടിട്ട് തിരികെ വന്നാൽ അത് വിജയിക്കില്ല. അതിന് സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു നേതൃത്വമാണ് കൊടുക്കാൻ സാധിക്കുന്നത്. റഷ്യയുടെ ഉൾപ്രദേശത്തേക്ക് പോയി തിരികെ വരാൻ കഴിയുന്ന രീതിയിൽ 44 മണിക്കൂർ തുടർച്ചയായി പറക്കുന്ന രീതിയിലാണ് അതിൽ ഇന്ധനം സൂക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല, തന്ത്രപ്രധാനമായിട്ടുള്ള ബോംബിംഗ് നടത്തുന്നതിന് വേണ്ടി ഒരു വലിയ ബോംബിംഗ് അറേയുടെ അല്ലെങ്കിൽ കുറേ ബോംബർ വിമാനങ്ങളുടെ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയായിട്ടാണ് B2വിനെ കണക്കാക്കുന്നത്. യുദ്ധപ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഏരിയയിൽ ആദ്യത്തെ പ്രഹരം നൽകാനും ശത്രുവിൻ്റെ പ്രധാന പ്രതിരോധങ്ങൾ തകർക്കാനുമാണ് B2 സജ്ജമാകുന്നത്. അതായത് ഇത് ആദ്യം പോകും, ഇതിൻ്റെ പിന്നിൽ മറ്റ് ബോംബറുകൾ വരും. B2 ചെന്ന് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ആ റഡാറുകളെയും ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റങ്ങളെയും തുരുതുര തകർത്തിട്ട് അവരുടെ ബേസായിട്ടുള്ള കാര്യങ്ങളെ ബ്ലൈൻഡാക്കി മാറ്റും. അങ്ങനെ B2വിനെ അവർ കാണുന്നില്ല. B2 അവരുടെ എല്ലാ പ്രതിരോധവും നശിപ്പിക്കുന്നു. സോ പിന്നിൽ നിന്ന് വരുന്ന വലിയ വലിയ
റഡാറിൽ പതിയുന്ന വിമാനങ്ങൾക്ക് സ്വതന്ത്രമായി കടന്നു വന്ന് ബോംബ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ ശത്രുവിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡ് ആൻഡ് കൺട്രോൾ സൗകര്യങ്ങളെയും റഡാർ സ്റ്റേഷനുകളെയും ഉപരിതലത്തിൽ നിന്നുള്ള മിസൈൽ സൈറ്റുകളെയും തുടക്കത്തിലെ നിഷ്ക്രിയമാക്കാനാണ് B-2വിന് കഴിയുക. അങ്ങനെ റഡാർ സാധ്യത ഭീഷണി ഇല്ലാതായാൽ മറ്റ് 2 പ്രധാനപ്പെട്ട ബോംബർമാരായിട്ടുള്ള B-1 ലാൻസറും B-52 സ്ട്രാറ്റോഫോർട്രസ്റ്റുമാണ് ആ രാജ്യത്തേക്ക് പിന്നീട് പ്രവേശിക്കുക. B-1 താഴ്ന്നു പ്രവർത്തിക്കാൻ കഴിവുള്ള അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബോംബറാണ്. B-52 നന്നായി വലിയ ഭാരം കൂടിയ പേലോഡുകളെയാണ് വഹിക്കുന്നത്. എന്നാൽ അവർക്ക് റഡാറിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ള വാതിൽ തുറന്നു കൊടുക്കലാണ് B-2വിൻ്റെ പ്രധാനപ്പെട്ട ജോലി. സോ B-2വിന് ബോംബൊന്നും വഹിക്കാൻ കഴിയില്ലേ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടായിരിക്കും. മറ്റു ബോംബറുകളെക്കാളും ചെലവേറിയ ഒരു വിമാനമാണ് B-2 ബോംബർ. ഗവേഷണപരമായിട്ടായാലും മറ്റേത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ചിലവ് ഏകദേശം $2 ബില്യൺ അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി നോക്കിക്കഴിഞ്ഞാൽ 16,000 മുതൽ 18,000 കോടി വരെ വരും. 2024 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 20,000 കോടിക്ക് പുറമേ വരുമെന്നാണ് പറയുന്നത്. സോ ഇത്തരത്തിലുള്ളൊരു വിമാനത്തെ സംരക്ഷിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കണം 20 എണ്ണത്തിൽ ഒതുക്കിയത്. ശീതയുദ്ധത്തിന് ശേഷം കാര്യമായൊരു ശത്രു ഇല്ലാതിരുന്നതുകൊണ്ട് അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചെങ്കിലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായിട്ട് നടക്കുന്ന ഉരസലുകളും ചൈനയുമായിട്ടുള്ള യുദ്ധസാധ്യതകളും ഉൾപ്പെടെ റഷ്യ യുക്രൈൻ പ്രശ്നത്തിൽ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് ഇടപെടാനുള്ളൊരു ധൈര്യമായി മാറുന്നത് ഇവയുടെ നിർമ്മാണം തന്നെയാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുമെങ്കിലും ഇത് കൃത്യമായി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. സാങ്കേതിക ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വളരെ കൂടുതലാണ്. ഏകദേശം 18,000 കിലോഗ്രാം ഭാരമുള്ള ബോംബുകളെ കൈകാര്യം ചെയ്യാൻ B-2 ബോംബറിന് സാധിക്കും. അതിൽ ആണവായുധങ്ങളും വരും. സമാനതകളില്ലാത്ത തന്ത്രപരമായിട്ടുള്ള രീതിയിൽ ആക്രമിക്കാൻ കഴിയുന്ന B-2വിൻ്റെ പരമ്പരാഗത ആയുധങ്ങളിൽ സ്മാർട്ട് ബോംബുകളും സ്റ്റാൻഡ് ഓഫ് മിസൈലുകളും ഒക്കെ വന്നിട്ടുണ്ട്. 2 വിശാലമായ ബോംബ് ബേകളാണ് B-2 ബോംബറിൻ്റെ അകത്തുള്ളത്. അവയ്ക്കുള്ളിൽ 80 എണ്ണം വരെ വരുന്ന 500 പൗണ്ട് ക്ലാസ് ബോംബറുകൾ ഒതുക്കി വയ്ക്കാൻ സാധിക്കും. കൂടാതെ JDAM പോലെയുള്ള GPS നിയന്ത്രിത ബോംബുകളും AGM-158 ജാസം പോലെയുള്ള ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുത്താൻ പറ്റും. ആണവായുധങ്ങളുടെ ഒരു ശേഷിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. B-61, B-83 എന്നിങ്ങനെയുള്ള ആണവ ബോംബുകളുടെ സംയോജനവും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സാധ്യമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേണമെങ്കിൽ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ അഥവാ MOP പോലെയുള്ള ഭീമാകാരന്മാരായിട്ടുള്ള ബങ്കറുകളെ തുരന്നു ചെന്ന് തകർക്കാൻ കഴിയുന്ന സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ സൂക്ഷിക്കാൻ കഴിയുന്ന മിസൈൽ സംവിധാനത്തെ കൊണ്ടുപോകാനും B-2 ബോംബറിന് സാധിക്കും. സോ അത്രയ്ക്ക് സക്സസ്ഫുൾ ആണെങ്കിൽ B-2 ഇതുവരെയെങ്കിലും തകർന്നു വീണ ചരിത്രമുണ്ടോ? ഏതെങ്കിലും രാജ്യം വെടിവെച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു സംശയം കാണും. നൈറ്റ് ഹോക്കിനെ യൂഗോസ്ലാവിയ തകർത്തതുപോലെ B-2വിനെ ഒരു രാജ്യവും തകർത്തിട്ടില്ല. പക്ഷേ അമേരിക്കയിൽ തന്നെ അത് തകർന്നു വീണിട്ടുണ്ട്. 2008 ആൻഡേഴ്സൺ എയർഫോഴ്സ് ബേസിൽ നിന്ന് പറന്നുയർന്ന സമയത്ത് സ്പിരിറ്റ് ഓഫ് കാൻസസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു B-2 ഒരടിസ്ഥാനവുമില്ലാതെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് തകർന്നു വീണു. ഫ്ലൈറ്റ് ഡാറ്റ സെൻസറുകളിലേക്ക് ഈർപ്പം കയറിയതായിരുന്നു മുഖ്യ കാരണം. ഇതിനുള്ള കൃത്യമായ റഡറുകളും പിച്ച് കൺട്രോളും ഫ്ലാപ്പറുകളും ഒക്കെ തന്നെ ഒരു വിചിത്രമായ രീതിയിലായതിനാൽ ഇലക്ട്രോണിക് സെൻസറുകളുടെ സഹായത്തോടു കൂടി മാത്രമേ പൈലറ്റിന് ഇതിനെ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കൂ. എന്തെങ്കിലും ഡാറ്റ ഇഷ്യൂ ഉണ്ടായാൽ ഇതിൻ്റെ ചിറക് തറയിൽ തട്ടി തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈർപ്പം കയറി തെറ്റായ ഡാറ്റ റീഡിങ്ങുകൾ ഓൺബോർഡ് കമ്പ്യൂട്ടറുകളിൽ വ്യാപിച്ചതോടെ പൈലറ്റുമാർക്ക് കൺഫ്യൂഷനായി. അങ്ങനെ അവർ ചെയ്തതിൽ മിസ്റ്റേക്കുകൾ വന്നു. 2 പൈലറ്റുമാരും അതിൻ്റെ ഇജക്ഷൻ സീറ്റുകളുടെ സഹായത്തോടു കൂടി രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ $2 ബില്യൺ ചിലവ് വരുന്ന വിമാനം പൂർണ്ണമായും തീയിലമർന്നു. ഈ സ്റ്റെൽത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കും പരിപാലന പ്രശ്നങ്ങൾക്കുമുള്ള പ്രത്യേകതകളാണ് ദുരന്തം വരുത്തിവെച്ചത് എന്നാണ് പഠനങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയത്. ഫ്യൂച്ചർ അപ്ഡേറ്റിൽ നമ്മൾ B-21 റൈഡറിനെ കുറിച്ച് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. അതായത് B-2വിൻ്റെ ഒരു പുതിയ തലമുറ വിമാനമാണ് ഈ പറയുന്ന B-21 റൈഡർ. ചെറിയൊരു വലിപ്പ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ അത്ര പോലും രീതിയിലുള്ള വെട്ടുകളില്ലാതെ ട്രയാങ്കുലർ ഷേപ്പിലാണ് B-21 ഇരിക്കുന്നത്. B-2വിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് കൂടുതൽ ചിലവ് ചുരുക്കിക്കൊണ്ടുള്ള ഈ ഒരു B-21 ഉണ്ടാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മെറ്റീരിയൽ സയൻസിലുണ്ടായ പുരോഗതി കൊണ്ട് സ്റ്റെൽത്ത് ഇനി മറ്റൊരു തലത്തിലേക്ക് എത്താൻ പോവുകയാണ്.
1999 കൊസോവോ ദൗത്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ബഹുതല യുദ്ധ പരിപാടികൾ പിന്നീട് 2001 അഫ്ഗാനിസ്ഥാനിലെ ബോംബിംഗ് മുതൽ 2003 ഇറാഖ് യുദ്ധത്തിലും 2011 ലിബിയയിൽ കൊണ്ടുപോയ ബോംബിങ്ങിലുമൊക്കെ തന്നെ B2വിൻ്റെ പൈതൃകമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് അമേരിക്കയുടെ പക്ഷമാണ്. മറ്റൊരു രാജ്യത്തെ കയറി ആക്രമിച്ച് ബോംബിട്ട ആളുകളെ കൊല്ലുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷേ അമേരിക്കയുടെ സൈഡിൽ നോക്കുമ്പോൾ ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഇതെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ അവർ അഹങ്കരിക്കുന്നുണ്ടാകാം. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനമുള്ള രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷിയെ വൻതോതിൽ നിർവീര്യമാക്കാൻ ഇതിൻ്റെ ആദ്യത്തെ പ്രഹരം കൊണ്ട് തന്നെ സാധിച്ചു എന്നുള്ളതാണ് അമേരിക്ക B2വിൽ നേടിയ ഏറ്റവും വലിയ വിജയം. ചിലർ വിമർശിച്ചപ്പോൾ, അതിൻ്റെ വലിയ ചെലവുകളെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ അദൃശ്യതയും സുരക്ഷിതത്വവും തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണമെന്ന് തെളിയിക്കപ്പെട്ടു. വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിലെ മറ്റുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങളിലുമുള്ള പ്രത്യേകത മൂലം താപനിലയും ആർദ്രതയുമൊക്കെ നിയന്ത്രിക്കുന്ന ഹാങ്ങറുകളിലാണ് B2വിനെ വിശ്വസനീയമായ രീതിയിൽ പരിപാലിക്കുന്നത്. സ്റ്റെൽത്ത് കോട്ടിങ്ങിലുള്ള അറ്റകുറ്റപ്പണിക്ക് ഈർപ്പവും കടുത്ത താപനിലയും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തികച്ചും സുരക്ഷിതമായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ കോമ്പോസിറ്റുകൾക്കും കോട്ടിങ്ങുകൾക്കും അടിമുതൽ പോലും വളരെ സൂക്ഷ്മമായി പരിചരിക്കേണ്ട അത്യാവശ്യമുണ്ട്. സോ ഇതാണ് B2 എന്ന് പറയുന്ന ബോംബറിൻ്റെ കഥ. പക്ഷേ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചും ഇതിൻ്റെ ജെറ്റ് എഞ്ചിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും ഇതിൻ്റെ കോട്ടിങ്ങിനെ കുറിച്ചും മെക്കാനിസത്തെക്കുറിച്ചും ഇൻറ്റേർണൽ സൈഡിനെ കുറിച്ചും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇതിൻ്റെ വിങ് സ്പാൻ 50 മീറ്റർ ആണെന്നും ബോഡി ടെയിൽ ടു എൻഡ് 20-25 മീറ്റർ ആണെന്ന കാര്യവും ഞാൻ വിട്ടുപോയതുകൊണ്ടല്ല. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ഇതിൻ്റെ ഒരു അൺകൺവെൻഷണൽ രൂപവും പ്രവർത്തന രീതിയും മറ്റ് വിമാനങ്ങളെ ഏറ്റവും ടോപ്പ് എൻഡിൽ നിൽക്കുന്ന മറ്റ് യുദ്ധവിമാനങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അമേരിക്കയുടെ B2 വിമാനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ? 2032 ആകുമ്പോൾ ഇതിനേക്കാൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട മറ്റൊരു ബോംബർ വിമാനം അമേരിക്കയുടെ അരങ്ങിലൊരുങ്ങുന്നുണ്ട്. അതേസമയം മറ്റ് രാജ്യങ്ങളും വെറുതെ ഇരിക്കുകയല്ല. ചൈനയും റഷ്യയും നമ്മുടെ രാജ്യവും ഒക്കെ തന്നെ അതിനൂതനമായ പുതിയ വിമാനങ്ങളുടെ രൂപകൽപ്പനയിലും സൃഷ്ടിയിലുമാണ്. പക്ഷേ ഇതെല്ലാം എന്തിനാണ്? ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനാണോ? ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റുകളെ എത്തിക്കാനാണോ? മനുഷ്യജീവൻ രക്ഷിക്കാനാണോ? അല്ല. രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ചർച്ചകൾക്കും തർക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ സാധാരണ സിവിലിയന്മാരും യുദ്ധത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവർക്ക് മുകളിലേക്ക് വീണ്ടും തീമഴ പെയ്യ്ക്കുന്നതിന് വേണ്ടി ബോംബ് എത്തിക്കുന്നതിനാണ് എന്നാലോചിക്കുമ്പോൾ ഇതൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാനും ഇത്തരത്തിൽ ഇപ്പോൾ ഡീഗോ ഗാർഷ്യയിൽ കൊണ്ടുവന്ന് B2വിൻ്റെ 6 എണ്ണത്തെ നിരത്തിയിട്ടപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനുമുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു സയൻസ് ചാനൽ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ടെക്നോളജിയെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. അല്ലാതെ ഞാൻ യുദ്ധത്തെ ഇഷ്ടപ്പെടുന്ന ആളോ ഈ വിമാനം എന്തെങ്കിലും നേട്ടം നേടിയാൽ അത് ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ് അമേരിക്ക കൈയടിക്കുന്ന വ്യക്തിയല്ല. അപ്പോൾ വീഡിയോ തീരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഉറപ്പ് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ ഒരു പുതിയ സയൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞാൻ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ടീം സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തുകയും ആ വാർത്തകളെ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തിക്കുകയും അതിൻ്റെ മുകളിൽ ഡിസ്കഷൻ ഉണ്ടാക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അത് നമ്മുടെ ചാനലിൽ വരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സയൻസ് മാഗസിനുകൾ, സയൻസ് വെബിനാറുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ആക്സസ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങളെയൊക്കെ തന്നെ ഞാൻ പുതിയ ഒരു ബ്രാൻഡഡ് കമ്മ്യൂണിറ്റിയിലേക്ക് ക്ഷണിക്കുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ജസ്റ്റ് ട്രൈ ചെയ്യുക. ലിങ്ക് താഴെയുണ്ട്. മാസം വെറും 500 രൂപയ്ക്ക് നിങ്ങൾക്കിതിൻ്റെ വളരെ വലിയ ബെനിഫിറ്റുകൾ എൻജോയ് ചെയ്യാൻ സാധിക്കും. വെൽക്കം.